ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിന്നസ് ഫാമിലി. അപ്പോൾ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി ഇപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉച്ചത്തേക്കുള്ള ഫുഡ് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് നോക്കാം. വാ, നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചിലേക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കന് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ ബിരിയാണി നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടിയിൽ ഇത്തിരി ചിക്കൻ മസാലയും ഉപ്പിട്ട് എന്താ പറയുക നന്നായിട്ട് പരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം അരമണിക്കൂറോളം ഫ്രിഡ്ജിലായി കിടക്കുന്നത്. ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അങ്ങനെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കാൻ കേട്ടോ. ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. ലൈറ്റായിട്ടുള്ള മസാല ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഞാനും മക്കളും മാത്രമല്ലേ ഉള്ളൂ. മസാല ബാക്കി ആവേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ചിക്കൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പൊരിച്ചെടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നേ ഉള്ളൂ. അങ്ങനെ അതിന് ശേഷം ആ ഓയിലിലേക്ക് തന്നെ നമ്മൾ സവാള ഇട്ടിട്ട് ഉപ്പിട്ട് വഴറ്റും കേട്ടോ. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിരുന്നു, അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി. പിന്നെ നമ്മുടെ തക്കാളി ഇട്ടു. അങ്ങനെ കുറച്ച് നേരം അത് അടച്ചു വെച്ചിട്ടോ. ആ സമയം കൊണ്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ ബിരിയാണി മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി. പിന്നെ നമ്മുടെ അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയില ഇട്ടു. പിന്നെ നല്ല തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടു. അപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് കുറച്ച് നേരം അവിടെ വേവാൻ വേണ്ടി വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലും പിന്നെ അതിലേക്ക് നെയ്യും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്ത് കോരി വെച്ചു കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തു. അതിലേക്ക് ഇതാക്കുന്നു നമ്മുടെ ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, പിന്നെ 2 ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി. അതിലേക്ക് ഗ്ലാസ്സിനാണ് കേട്ടോ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചു. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ഊറ്റി വെച്ച അരി ഇട്ടു. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ട് അരി വേവിച്ചെടുത്തിട്ടോ. പിന്നെ നമ്മുടെ ചിക്കനും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ വെന്ത റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു. പിന്നെ മല്ലിച്ചപ്പ് വെതറി കൊടുത്തു. വറുത്ത് വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് ബിരിയാണി മസാലയുടെ പൊടിയും കൂടെ തൂവിയിട്ട് നമ്മൾ ഒരു 15 മിനിറ്റോളം നമ്മൾ ദം ചെയ്ത് വെച്ചിട്ടോ. ആ സമയം കൊണ്ട് മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നു. ഉച്ചവരെ ഇട്ടോ ക്ലാസ്, എക്സാമും കാര്യങ്ങളായതുകൊണ്ട്. അപ്പോൾ സച്ചുട്ടൻ ഡ്രസ്സ് അത് തിരിച്ചിട്ടാണ് ഇട്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ ശരിയാക്കി കൊടുത്തു. പിന്നെ സച്ചു അമ്പാടിയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യട്ടോ. ആ സമയം കൊണ്ട് കിച്ചു ഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ്. അപ്പോൾ സച്ചു ഗ്ലാസ് കൊണ്ടുവയ്ക്കുന്നുണ്ട്, അമ്പാടി തൈര് കൊണ്ടുവയ്ക്കുന്നുണ്ട്, പ്ലേറ്റ് ഓൾറെഡി കൊണ്ടുവച്ചു. അങ്ങനെ പിന്നെ നമ്മളുടെ ഒരു 15 മിനിറ്റ് ശേഷം നമ്മുടെ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ചിട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ബിരിയാണി. അപ്പോൾ ഞാനത് ചൂടോടുകൂടി തന്നെ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ റൈസും നമ്മുടെ ചിക്കനും വേറെ വേറെ ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ചിക്കനൊക്കെ അതിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഞാൻ റൈസ് നന്നായിട്ട് മിക്സ് ആക്കി കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ടേബിളിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാനും മക്കളും കൂടെ ഇതാക്കണം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ബിരിയാണി നല്ല ചൂടോടെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോത്തിൽ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.